സ്കോളർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പോസിഷന്റെ ബാക്കി ഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതിലാദ്യം അണ്ടർ. അണ്ടർ മീൻസ് താഴെ, ചുവട്ടിൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് അണ്ടർ. ടു ഇൻഡിക്കേറ്റ് പൊസിഷൻ ലോവർ ദാൻ, അതായത് താഴെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ് അണ്ടർ. ഉദാഹരണം, there is a cat under the table. അണ്ടറിന്റെ മറ്റൊരു അർത്ഥം ലെസ് ദാൻ, അതായത് കുറവ് എന്നുള്ള അർത്ഥം. മറ്റൊന്നിനേക്കാൾ കുറവ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അണ്ടർ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ചിൽഡ്രൻ അണ്ടർ 14 years of age are not allowed. 14 വയസ്സിന് ചുവട്ടിലുള്ള അല്ലെങ്കിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കണ്ടീഷനെ സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ അണ്ടർ ഉപയോഗിക്കാറുണ്ട്. ടു ഇൻഡിക്കേറ്റ് കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ, ദ റോഡ് ഈസ് അണ്ടർ റിപ്പയർ. അടുത്ത പ്രിപ്പോസിഷൻ വിത്ത്. കൊണ്ട്, കൂടെ എന്നൊക്കെ അർത്ഥത്തിലാണ് നമ്മൾ വിത്ത് ഉപയോഗിക്കുന്നത്. ടു ഇൻഡിക്കേറ്റ് കോമ്പിനേഷൻ, accomplishment or addition. ഇന്നതിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഇന്ന ഉപകരണം കൊണ്ട്, ഇന്ന ഉപാധി കൊണ്ട് ചെയ്തു എന്നൊക്കെ അർത്ഥത്തിലാണ് നമ്മൾ വിത്ത് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ജോൺ കട്ട് ദ ട്രീ വിത്ത് ആൻ ആക്സ്. ഹി കെയിം വിത്ത് മീ. അടുത്ത പ്രിപ്പോസിഷൻ വിത്തിൻ. ഉള്ളിൽ, ഒരു സമയത്തിനുള്ളിൽ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് വിത്തിൻ. ടു ഷോ ആൻ ആക്ടിവിറ്റി വിൽ ബി ഓവർ ബിഫോർ ദ എൻഡ് ഓഫ് എ പീരീഡ്. ഒരു പീരീഡിനുള്ളിൽ, മുമ്പേ തന്നെ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കുക എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വിത്തിൻ. ഫോർ എക്സാമ്പിൾ, ഐ വിൽ കംപ്ലീറ്റ് ദ വർക്ക് വിത്തിൻ എ വീക്ക്. അടുത്തത് ഓഫ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിപ്പോസിഷൻ ആണ് ഓഫ്. ന്റെ, ഉടെ എന്നൊക്കെയാണ് അർത്ഥം. എന്തൊക്കെയാണ് ഉപയോഗം എന്ന് നോക്കാം. ടു ഇൻഡിക്കേറ്റ് ബിലോങ്ങിങ് ടു, അതായത് ഉടമസ്ഥതയെ സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ് ഓഫ്. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് ദ സൺ ഓഫ് രാം. അടുത്ത ഉപയോഗം ഒറിജിൻ. ഉത്ഭവത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ് ഓഫ്. ടു ഇൻഡിക്കേറ്റ് ഒറിജിൻ. ഫോർ എക്സാമ്പിൾ, he comes of a royal family. ഇനി നമ്മൾ ഓഫ് ഉപയോഗിക്കുന്നത് രോഗം കാരണം മരിക്കുന്നത് പറയാൻ വേണ്ടിയിട്ട്. രോഗം കാരണം മരണം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അത് സൂചിപ്പിക്കാൻ ഓഫാണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, he died of cancer. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ, സവിശേഷതകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ഓഫാണ് ഉപയോഗിക്കുക. ഒരു ഉദാഹരണം നോക്കാം. The problems of Delhi. ഇനി മാനുഫാക്ചറിംഗ് പ്രോസസ്സിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, നിർമ്മാണ പ്രവൃത്തിയെ സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ് ഓഫ്. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത്, നിർമ്മാണ പ്രക്രിയയിൽ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന് യാതൊരു മാറ്റവും ഉണ്ടാവരുത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഓഫാണ് ഉപയോഗിക്കുക. മെറ്റീരിയൽസിന് രൂപവ്യത്യാസം വരികയാണെങ്കിൽ നമ്മൾ ഫ്രമ്മുമാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. ഇവിടെ മെറ്റീരിയലിന് രൂപവ്യത്യാസം ഇല്ലാതെ, രൂപമാറ്റം ഇല്ലാതെ മറ്റൊരു ഉൽപ്പന്നം ഉണ്ടാവുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാൻ നമ്മൾ ഓഫാ ഉപയോഗിക്കുക. ഒന്ന് നോക്കാം. ദിസ് ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. അടുത്ത പ്രിപ്പോസിഷൻ ഓഫ്. ഓ ഡബിൾ എഫ്. എവേ എന്നാണ് അർത്ഥം. ദൂരെ, അകലെ എന്നുള്ള അർത്ഥം. ഒരു ഫിസിക്കൽ സെപ്പറേഷൻ, അകൽച്ചയെ സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ഓഫ്. ഫോർ എക്സാമ്പിൾ, കീപ് ദ ഡോഗ് ഓഫ് ദ ഫ്ലവർ ബെഡ്സ്. പ്രിപ്പോസിഷന്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.